ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ഒരു പുതിയ തുടക്കത്തിനൊക്കെ എപ്പോഴും നല്ലൊരു ദിവസമാണ് 1-ാം തീയതി. അത് വിചാരിച്ച് വിഷമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും 1-ാം തീയതി ഇങ്ങനെയായി, അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെയാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എന്തിനും ഒരു പുതിയ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ എന്നും 1-ാം തീയതി എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് നല്ല പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ കിച്ചൻ്റെ മേക്ക് ഓവർ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഒരുപാട് നല്ല കമൻറ്റ്സ് കിട്ടി. ഭയങ്കരമായിട്ട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. പിന്നെ ഒരു സജഷനാണ് മെയിനായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. ക്യാബിനറ്റ്സിൻ്റെ കളറ് മാറ്റാമായിരുന്നു ഇതിന് മാച്ചിങ് ആയിട്ടെന്ന്. അതിന് മാറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ക്യാബിനറ്റ്സ് ഉള്ളവർക്കറിയാം, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലാമിനേറ്റ് പോലെ ആ ഒരു കളർ ഉണ്ടല്ലോ, അത് നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് പിന്നീട് അത് മാറ്റാൻ വേണ്ടി കീറിയെടുക്കുമ്പോൾ ചിലപ്പോൾ ആ കളറൊക്കെ ഫുൾ പോവും. അപ്പോൾ അത് നാശമാവും. അപ്പോൾ നാശാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. വഴിയെ പിന്നീട് ചിലപ്പോൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ മേക്ക് ഓവർ ചെയ്ത കിച്ചണിലെ ആദ്യത്തെ ദിവസമായിരുന്നു അന്ന്. ഇത്രയും ദിവസം ഇവിടെ തന്നെ പാചകം ചെയ്ത് കേട്ടോ. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പാചകം ചെയ്ത് തുടങ്ങിയത് അന്നത്തെ ദിവസമായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഈ ഒരു ലൈറ്റർ. കാരണം ഇത് റീചാർജബിൾ ആണ്. പിന്നെ സാധാരണ ലൈറ്ററിൻ്റെ പോലെ അങ്ങനെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്താണ്. പിന്നെ നമുക്ക് വേറെ പർപ്പസിനും, അതായത് നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് പല പർപ്പസിനും ഈ ഒരു ലൈറ്റർ ഇങ്ങനത്തെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. റീചാർജബിൾ ആയതുകൊണ്ടും നന്നായി. ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഏതെങ്കിലും ഞാൻ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാനതിൽ ആഡ് ചെയ്തിടാം. അപ്പോൾ ചിലവരുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ അവർ വളരെ ഭംഗിയായിട്ട് പാചകം ചെയ്യണം കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാനെങ്ങനെയാണ് അങ്ങനെയൊക്കെ വെച്ച് പഠിക്കാമെന്ന്. കാരണം ഞാൻ നല്ല സ്പീഡായിട്ട് ഭക്ഷണം വയ്ക്കുന്ന ഒരാളാണ്. എനിക്ക് വേഗം പണികൾ ചെയ്ത് വേഗം കിച്ചണിൽ നിന്ന് പോകണം. അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് ഭംഗിയായിട്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ മേക്ക് ഓവർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള ഇങ്ങനത്തെ പാത്രമൊക്കെ വെച്ച് കുറച്ച് ഭംഗിയായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. പക്ഷേ എത്ര നേരം ഈ ക്ഷമ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം മക്കൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് സമാധാനത്തോടു കൂടി എസ്തെറ്റിക് ആയിട്ടൊക്കെ നമുക്കൊരു ഡേ കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും തക്കാളി ചമ്മന്തിയുമാണ്. ഞാൻ വീഡിയോ ചെയ്യണ മിക്ക ദിവസവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അറിയാതെ അങ്ങനെ ആയിപ്പോണതാട്ടോ, അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതന്നെ ഉണ്ടാക്കണതല്ല. അതിനുള്ള ഐറ്റംസൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ട്രേയിൽ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഫുഡ് പാർസൽ മേടിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ അതിൽ ഇതെല്ലാം സ്റ്റോർ ചെയ്യാൻ നല്ല ഈസി ആയിട്ട് തോന്നി. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മോൾക്ക് ടിഫിന് ദോശയും ഈ ചട്നി തന്നെയാണ് കൊടുക്കുന്നത്. ലഞ്ചിനുള്ള കറികളെല്ലാം തലേദിവസത്തെ ഇരിക്കുന്നുണ്ട്. കാരണം തലേദിവസം വൈകുന്നേരം പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ആ കറികളെല്ലാം ബാലൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതെല്ലാം ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര സ്ലോ ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനാട്ടോ. എനിക്കിങ്ങനെ സ്ലോ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ വീഡിയോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതുപോലെയൊക്കെ വളരെ സോഫ്റ്റായിട്ടും സൈലൻ്റായിട്ടൊക്കെ പണികൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും വിചാരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മക്കളോടായാലും ചേട്ടനോടായാലും എല്ലാവരോടും ഇങ്ങനെ വർത്താനം പറഞ്ഞു നടക്കും. അമ്മച്ചിയായാലും നന്നായി സംസാരിക്കും. അപ്പച്ചൻ മാത്രമാണ് വീട്ടിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും പലപ്പോഴും നടക്കാറില്ല കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ചു അതുപോലെയൊക്കെ സൈലൻ്റായിട്ട് പിടിക്കാമെന്ന്. പക്ഷേ മക്കളൊക്കെ എനിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും വർത്താനം തുടങ്ങി. എനിക്കത് കൺട്രോൾ ചെയ്യാൻ അറിയണമില്ല. അങ്ങനെ ചായ കുടിച്ചിരിക്കലും കുറച്ച് നേരം ഫോൺ നോക്കലൊക്കെ ഈ ഒരു സമയത്താണ് ഇരുന്ന് ചെയ്യാറുള്ളത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. തക്കാളിയും സവാളയും അതെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാവരും വർത്താനം. രാവിലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ മനസ്സെപ്പോഴും ചില സമയത്ത് ഇങ്ങനെ ഒരു മടുപ്പ് തോന്നും കേട്ടോ. എന്ന് രാവിലെ എഴുന്നേറ്റ് ഈ പാചകവും ഇതൊക്കെ തന്നെ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ആ സമയത്ത് ഞാനിപ്പോഴും പാട്ട് വെക്കും. അപ്പോൾ എൻ്റെ മൈൻഡ് ഇങ്ങനെ മാറും. ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ വരുന്ന ഇറിറ്റേഷനൊക്കെ പോവും. ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും മ്യൂസിക് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ മക്കൾ പഠിക്കുമ്പോൾ വല്ലാത്ത പാട്ടുകളൊക്കെ വെച്ച് അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ ഞാൻ വല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ വെച്ച് അത് കേട്ടിട്ട് പണികളൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാനവിടെ തക്കാളി ചമ്മന്തിയും അതൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ചേട്ടൻ ഇവിടെ ദോശ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പണി മാത്രമേ അടുക്കളയത്ത് അറിയുള്ളൂ. പക്ഷെ ചെയ്യുന്ന പണി നല്ല പെർഫെക്ഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇത്രയും കനം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് ചേട്ടനാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇവിടെ. അതിൽ ചേട്ടൻ എക്സ്പേർട്ടാണ് കേട്ടോ.
പിന്നെ നമ്മുടെ സ്ത്രീകളുടെ ഒരു സ്പെഷ്യൽ സ്കില്ലെന്ന് വെച്ചാൽ അറ്റ് എ ടൈം നമുക്ക് പല പല ജോലി ചെയ്യാൻ പറ്റും. അത് കുറച്ച് സ്ട്രെസ്സൊക്കെ അടിച്ചാൽ നമ്മളത് മുഴുവൻ ചെയ്യും. പക്ഷേ ചേട്ടന്മാർക്ക് അല്ല, അവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പോലെ അത്രയും ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറില്ല. അതിപ്പോൾ എൻ്റെ ചേട്ടനായാലും ഈ ഒരു ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അതവിടെ ഉണ്ടാക്കുന്നുണ്ടാവും. ഞാൻ ആ നേരം കൊണ്ട് കുറേ പണി ചെയ്ത് തീർത്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അമ്മച്ചി ദേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ സമയം അമ്മച്ചി ഇങ്ങനെ ഇരിക്കലും കുറച്ച് കഴിഞ്ഞാൽ കെടുക്കും. വേറൊന്നും ചെയ്യാനില്ല. പ്രായത്തിൻ്റെതായ ടയേർഡൊക്കെ ആയി, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് അമ്മച്ചിക്ക് എവിടെയാണ്. അപ്പച്ചൻ പറമ്പിൽ പണികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മച്ചി കൂടുതൽ സമയവും ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ അടുക്കളയിലൊന്നും അങ്ങനെ കാണാത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഈ ഒരു സ്പാച്ചില ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. എനിക്കിങ്ങനെ ഫുഡൊക്കെ വടിച്ച് പാത്രത്തിലോട്ടൊക്കെ ഇടാൻ ചില നേരത്ത് ഭയങ്കര മടിയാണ്. ചില കുഞ്ഞു കുഞ്ഞു മടികൾ, ചിലർക്ക് തോന്നുന്നത് എന്ത് സില്ലി മടിയാണ്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ചെറിയ ചില മടി. അതിന് എനിക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് ഈ ഒരു സ്പാച്ചില. ഭയങ്കര ഉപകാരമാണ്. കറികൾ ഇറക്കുമ്പോഴായാലും ഫുഡ് ഇങ്ങനെ മാറ്റുമ്പോഴായാലും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ചൂടുള്ള ഐറ്റംസിലായാലും ഇതിടാൻ കുഴപ്പമില്ല, സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കിനി വേറെ പണികളൊന്നുമില്ല. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. നമുക്ക് നമ്മുടെ ദോശയും ചട്നിയൊക്കെ കഴിക്കാം. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ മക്കൾക്കും ക്ലാസ്സിൽ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമുക്കും പണികൾ ചെയ്യാനൊരു ഉഷാറില്ല. എന്തൊക്കെയോ ഒരു അസുഖം വരുന്നൊരു ഫീല് പിടിച്ചൊരു ക്ലൈമറ്റ്. തൊണ്ട വേനെടുക്കുക, ചെവി വേനെടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ടേ. എന്തായാലും നമ്മുടെ ഭക്ഷണം നമുക്ക് കഴിക്കാം. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. മക്കൾ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഏജ് എത്തിക്കഴിയുമ്പോഴില്ലേ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷേ ശരീരം ചിലപ്പോൾ അത് അനുവദിക്കണമെന്നില്ല. അപ്പം അമ്മച്ചി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ഒരു ഏജ് എത്തി, അതായത് ഒരു 3 കൊല്ലമായപ്പോൾ അമ്മച്ചിക്ക് നടക്കാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ പറമ്പിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യലും കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇരിക്കുന്ന കൂട്ടത്തിലാണ്. വേറെ ശരീരവേദന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആക്റ്റീവായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നമ്മളായാലും പ്രായമായാൽ ഏത് രീതിയിലാവും അറിയില്ല. എന്നാലും ഒരു പരിധി വരെ, ഒരു പറ്റുന്ന പ്രായം വരെ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുക. അപ്പോൾ തന്നെ പകുതി നമുക്ക് അസുഖങ്ങളും കുറവായിരിക്കും. നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി പോസിറ്റീവായിട്ടിരിക്കും. ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഡള്ളായി പ്രായമായവർ പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് പണികൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ കുട്ടികളുടെ ചാനലായിട്ടുള്ള ഇസാ റോസ് വേൾഡിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തെ പ്ലാനർ വരച്ച് സെറ്റാക്കാണ്. അപ്പോൾ അത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ടൈം എന്തുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്ന പോലെ ഇപ്പോൾ തോന്നുന്നത്? പണ്ടൊന്നും അങ്ങനെ തോന്നാറില്ല. ഇപ്പം എന്താ വെച്ചാൽ മൺഡേ നമ്മൾ തുടങ്ങി അടുത്ത സൺഡേ ആവുന്നത് അറിയണേ ഇല്ല. അത്രയും ഫാസ്റ്റായിട്ടാണ് ദിവസം പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതെന്താണ് കാരണം എന്ന് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ കുറേ വലുതായി കഴിയുമ്പില്ലേ കുറേ കാര്യങ്ങൾ ലൈഫിനെ കുറിച്ചുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളൊരു റുട്ടീൻ പോലെയായി, എന്നും ഒരുപോലെ എന്നുള്ളൊരു ഫീലാവുമ്പോൾ എല്ലാ ദിവസവും കഴിഞ്ഞു പോണത് ശരിക്കും പറഞ്ഞാൽ അറിയണില്ല. ഇനി ഫ്രീ ടൈം കിട്ടുമ്പോഴായാലോ നമ്മൾ പകുതി സമയം ഫോണിലാണ്. ഫോൺ എടുത്താൽ പിന്നെ സമയം പോകുന്നത് പറയേ വേണ്ട. കുട്ടികളായിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പുതിയ കാര്യങ്ങൾ അറിയുന്നു. ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വേറെ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് ആ ഒരു പ്രായത്തിലാണ്. വലുതായി കഴിയുമ്പോൾ അത് പോയി. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വലുതായി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ, പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറേ റെസ്പോൺസിബിലിറ്റീസാണ്. പല കാര്യങ്ങളെക്കുറിച്ച്, പൈസേനെ കുറിച്ചുള്ള പ്ലാനിങ്, വീട്ടിലെ ഭക്ഷണത്തിനെ കുറിച്ചുള്ള പ്ലാനിങ്, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഇപ്പോഴുള്ള മൊമെൻറ്റുകൾ, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലുള്ള ശ്രദ്ധയെക്കാട്ടും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡ് കെടുക്കുന്നത്. പിന്നെ ഏജ് കൂടുന്തോറും അപ്പോൾ എനിക്ക് ഇത്ര വയസ്സായി, അവന് ഇത്രയും കൂടി പ്രായം കഴിഞ്ഞാൽ ഇത്രയും പ്രായമാവില്ലേ എന്നുള്ളൊരു ചിന്ത ഈ ഒരു ഏജ് എത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. ആദ്യം കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു ചിന്തകളും ഇല്ല. പിന്നെ അത് മാത്രമല്ല പല കാര്യങ്ങളുടെ ഗുണവും ദോഷവും ഒക്കെ കുറേയും കൂടി വിലയിരുത്താനൊക്കെ നമ്മൾ വലുതായി കഴിയുമ്പോൾ പഠിക്കും. അങ്ങനെ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലിങ്ങനെ വന്നു കയറും ആദ്യമൊന്നും അങ്ങനത്തെ ചിന്ത വരുന്ന അത്രയും ഒരു ഇത് നമുക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമയം ഭയങ്കര ഫാസ്റ്റായിട്ട് പോണ പോലെ തോന്നണതെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിൽ കുറേയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് അനാവശ്യമായി ചിന്തിക്കാണ്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഫ്രീ ടൈമിൽ എപ്പോഴും ഫോൺ തന്നെ എടുക്കാതെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് ഫോൺ വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന സംഭവമാണ്. അതല്ലാതെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇതുപോലെ വരയ്ക്കാനോ എന്തെങ്കിലും അത് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ക്ഷമയോടും സമാധാനത്തിന് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയം സ്ലോ ആയിട്ട് പോകുന്നൊരു ഫീല് നമുക്ക് കിട്ടും. പിന്നത്തെ ഒരു കാര്യമുള്ളത്,
നമ്മുടെ മക്കളുടെ കൂടെയും അവരുടെ കൂടെയുള്ള ആ മൊമെൻറ്റ്സ് മാക്സിമം നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുക. കാരണം അവരൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല. പിന്നെ അവർക്ക് കിട്ടില്ല. കാരണം അവർക്ക് കുറേ പഠിക്കാനും കാര്യങ്ങളും ട്യൂഷനൊക്കെ പോയി തുടങ്ങുമ്പോൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ടൈം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് തോന്നും, കാരണം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാണ്ടാവുമ്പോഴും നമുക്ക് തോന്നും സമയം വളരെ ഫാസ്റ്റായിട്ട് ഇവർ എത്ര പെട്ടെന്ന് വലുതായി എന്ന് തോന്നണം. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഒരുവിധം ഒരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് ഇത്ര നാൾ വരെ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റി. അപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യണത് അവരെന്തൊരു വേഗം വലുതായിപ്പോയി. അപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു അമ്മയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ കുറച്ച് സമയമാണ് മക്കളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്ന അവധി ദിവസമൊക്കെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് കൂടിയിട്ട് നോക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു ടൈമിനെ നമ്മൾ ഓരോ ദിവസവും ആ ഒരു മൊമെൻറ്റിൽ ജീവിക്കുകയാണെങ്കിൽ കുറേയും കൂടി സമയം സ്ലോ ആയിട്ടും നമുക്ക് പോകുന്ന പോലെ തോന്നും. എനിക്കങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, സമയം കുറച്ചും കൂടി സ്ലോയിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് ആയിട്ടിങ്ങനെ പോകുന്നത് ഇപ്പം എന്തോ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിൽ പറയാം കേട്ടോ. അങ്ങനെ പ്ലാനറൊക്കെ ഏകദേശം ഞാനൊരു 12:30 കഴിഞ്ഞപ്പോഴേക്കും വരച്ചൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ അങ്ങനെ കുറേ ദിവസം ചെയ്യാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പഴയൊരു ഫ്ലോ അങ്ങോട്ട് കിട്ടില്ല, ചെയ്യാൻ സ്പീഡ് കിട്ടില്ല, ചെയ്യാൻ തോന്നില്ല. ഞാൻ കുറേ ദിവസമായിട്ട് മാറ്റി വെക്കായിരുന്നു, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ദിവസം വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എല്ലാ പണിയും നമ്മൾ ഇങ്ങനെയാണ് വിചാരിക്കുക, ഇന്ന ദിവസം ചെയ്യാം, കാരണം ഇന്നത്തെ ദിവസം ഇതൊന്നും ശരിയല്ല, അതുകൊണ്ട് ചെയ്താൽ ശരിയാവില്ല. അങ്ങനെ മാറ്റി വെച്ച് ഇത്രത്തോളം ദിവസം എത്തി. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് വേഗം തന്നെ ഒരു വീഡിയോ ചെയ്യാം. ഒരെണ്ണം ചെറുത് ചെയ്താൽ പിന്നെ നമുക്ക് പഴയ ആ ഒരു എനർജിയിൽ ചെയ്യാൻ പറ്റും. എന്തൊരു പണിയും തുടങ്ങാനേ ബുദ്ധിമുട്ടുള്ളൂ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതിൽ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യം മടി പിടിച്ചാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ, മഴ ദിവസമാണെന്നൊക്കെ അറിയാം, നിങ്ങൾ ആ ഒരു പണി ഇന്ന് ചെയ്ത് തുടങ്ങാം. കുറച്ചെങ്കിലും അതിന് വേണ്ടിയുള്ള ഐറ്റംസ് എങ്കിലും അവിടെ കൊണ്ടുവച്ചാലില്ലേ പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേറ്റിംഗ് ഡേ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.